കുട്ടനാടൻ പെണ്ണുങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ പോയിരിക്കുകയാണ്. എപ്പോഴും വള്ളം ഇട്ടിട്ട് പോകുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇത് വള്ളത്തെ 2 കന്നാസ് ഇട്ടിരിക്കുന്നത് നമുക്ക് വെള്ളം എടുക്കാനാണ്. നമ്മൾ ഫുഡ് വെക്കാനുള്ള വെള്ളമൊക്കെ കടയിൽ നിന്ന് പൈസ കൊടുത്താണ് മേടിക്കുന്നത്. പിന്നെ ബാക്കി ആവശ്യമെല്ലാം നമ്മൾ ആറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ഈ വള്ളത്തിൽ പോള പിടിച്ച് കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനത് പ്രത്യേകം എടുത്തു. പിന്നെ ഇവിടെയൊക്കെ വള്ളങ്ങളും ഓരോ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ വള്ളങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ആൽമരത്തിൻ്റെ അവിടെ ഓട്ടോ സ്റ്റാൻഡും അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു മാടക്കടയുണ്ട്. ഈ തോടിറങ്ങി നമ്മൾ അങ്ങോട്ട് പോകും, വലത് സൈഡിലോട്ട്. അത് ഞാൻ ഇന്നാൾ കാണിച്ച ബോട്ട് കെട്ടിയ മഹാത്മ. ഇതാണ് ആ മാടക്കട. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബോട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബോട്ടിൽ ഇടിക്കുമെന്ന്, പക്ഷേ ഇടിച്ചില്ല. ഇതൊന്ന് വൈകുന്നേരം 4 മണിക്ക് പോകുന്ന ബോട്ടാണ്. ഒരു 4 മണി സമയത്തുകൊണ്ട് ഹൗസ് ബോട്ടൊക്കെ ഓരോ സ്ഥലത്തിങ്ങനെ കൊണ്ടിടാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ കിടക്കുന്ന ഹൗസ് ബോട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ ഹൗസ് ബോട്ടിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. ഇതൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ കടകളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് അവിടുന്ന് സൂര്യൻ്റെ വെട്ടം അടിച്ചിട്ട് മങ്ങിയ പോലെയാണ് കാണുന്നത്, ഈ കറുത്ത ഇരിക്കുന്നെല്ലാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിക്കാത്ത ബോട്ട് കെട്ടിയാണ്, കന്നിട്ട ബോട്ട് കെട്ടി. ഇപ്പുറത്ത് ചെറിയൊരു പള്ളിയുണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരു ചെറിയ തോട് കയറുക, അവിടോട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് കന്നിട്ട ബോട്ട് കെട്ടി. ഞാൻ ശരി നന്നായിട്ട് കാണിച്ചിട്ടില്ല ഇതുവരെ ഒരു വീഡിയോയിലും. ഇവിടെ വന്നപ്പം വീണ്ടും ഇടിക്കാൻ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഹൗസ് ബോട്ടിൻ്റെ പറ്റേ കൂടിയാണ് നമ്മൾ പോയത്. ഇത്തിരി ഇതായിരുന്നു മുട്ടിയാണ് അതിനകത്ത്. ഞാൻ മുട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അച്ഛനത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഹൗസ് ബോട്ടിൻ്റെ ഇടയിൽ കൂടി കയറ്റിക്കൊണ്ടുവന്നു. ഇത് സ്പെഷ്യൽ ബോട്ട്. അവിടെ കടത്തിറക്കുന്ന ഒരു വള്ളമാണ്, ഒരു മഞ്ഞ കളറിലെ വള്ളം കിടക്കുന്നത്. ഈ തോട് വഴിയാണ് നമ്മൾ കയറിപ്പോണത്. നമ്മൾ ബോട്ടിനും പോവും, വള്ളത്തേലും പോവും. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇത് ഇവിടെ തോട്ടുകളവ് ജെട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. ഈ ബോട്ട് കെട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചുരുളം വെള്ളം കിടപ്പുണ്ട്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന ബോട്ട് കെട്ടി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബോട്ട് കെട്ടികളെന്ന് പറഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. ഇരുമ്പനം ബോട്ട് കെട്ടി അത് അത്യാവശ്യം കുഞ്ഞതാണ് കേട്ടോ. ബോട്ടൊക്കെ പോകാൻ വേണ്ടി അത് ചെറുതാണ്. ഇതാണ് ഇരുമ്പനം ബോട്ട് കെട്ടി. ഇതിൻ്റെ അപ്പുറത്ത് കുറേ തെങ്ങും പാടമാണ്. ഇതിനപ്പുറത്ത് പാടം. ഇവിടെ ഇങ്ങനെ തൊഴിലുറപ്പുകാർ കയറ്റുമായിട്ടോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ തൊഴിലുറപ്പ് കഴിഞ്ഞ് പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടത്. ഈ ഒരു സമയത്തുകൊണ്ട് ചൂണ്ടയിടുന്നവരുണ്ടായിരുന്നു. ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പം അവിടെയും ചേട്ടന്മാർ വള്ളത്തിൽ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. കാരണം കരിമീൻ്റെ സീസണാണെന്ന് തോന്നുന്നു. എല്ലാവരും കരിമീനെ പിടിക്കുന്നുണ്ട്. ഞാനിട്ടിട്ടൊന്നും കിട്ടിയില്ല. എനിക്ക് ഈ വൈകുന്നേരം സമയമാകുമ്പോൾ തോട്ട് സൈഡിലെല്ലാം ചൂണ്ടയിടുന്നവരെ കാണും. ഇവിടെ 2 ചേട്ടന്മാർ വള്ളത്തിൽ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഈ സ്ഥലം മട വീണിട്ടുള്ളതാണ്. അപ്പം ഇവിടെ സ്ലാബ് ഇങ്ങനെ പൊട്ടിയിട്ട് തെങ്ങിൻ തടിയൊക്കെ വെച്ച് മട കുത്തിയിരിക്കുന്നേ കാണുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ മീനെയൊക്കെ പിടിച്ചുകൊണ്ട് ചൂണ്ടയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. മീനൊക്കെ ഉണ്ട്, കരിമീനുണ്ടായിരുന്നു ആ കിറ്റിനകത്ത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേട്ടനായിട്ട് ഞാൻ സംസാരിച്ചു. ആ ചേട്ടൻ എന്നെ ഫേമസ് ആക്കുമെന്നൊക്കെ ചോദിച്ചു. അച്ഛനെ അറിയാവുന്നതായിരുന്നു. ചേട്ടനും ചൂണ്ടയിടുമായിരുന്നു കരിമീനെ പിടിക്കാൻ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.